അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ 12 കഴിഞ്ഞു. അത് ലോകത്താർക്കും നഷ്ടപ്പെടരുതെന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. നമുക്ക് ആ കാലത്ത് ജനിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു വിചാരം നമുക്കെല്ലാവർക്കും ഉണ്ടാകും. നബിയുടെ ജീവിതകാലവും നമ്മുടെ ജീവിതകാലവും ഒന്നായിരുന്നെങ്കിൽ നമുക്കൊരു നഷ്ടവിചാരമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിച്ചിരുന്ന ദൈവനിഷേധികൾക്ക് പോലും നബിയുടെ സാമീപ്യം കൊണ്ട് ഗുണം ലഭിച്ചിട്ടുണ്ട്. അവർ നബിയെ ഇല്ലാതാക്കാനാണ് ശ്രമിച്ചതെങ്കിലും وَإِذْ قَالُوا اللَّهُمَّ إِنْ كَانَ هَذَا هُوَ الْحَقَّ مِنْ عِنْدِكَ فَأَمْطِرْ عَلَيْنَا حِجَارَةً مِنَ السَّمَاءِ أَوْ ائْتِنَا بِعَذَابٍ أَلِيمٍ وَمَا كَانَ اللَّهُ لِيُعَذِّبَهُمْ وَأَنْتَ فِيهِمْ وَمَا كَانَ اللَّهُ مُعَذِّبَهُمْ وَهُمْ يَسْتَغْفِرُونَ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനോട് പറയാണ്, അല്ലാഹുവേ, ഇത് നിന്റെ പക്കൽ നിന്നുള്ള സത്യമാണെങ്കിൽ നീ ഞങ്ങളുടെ മേൽ ആകാശത്ത് നിന്ന് കല്ല് വർഷിപ്പിക്കുകയോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേദനജനകമായ ശിക്ഷ കൊണ്ടുവരികയോ ചെയ്യുക എന്ന് അവിശ്വാസികൾ പറഞ്ഞ സന്ദർഭം നബിയെ തങ്ങൾ ഓർക്കുക. وَمَا كَانَ اللَّهُ لِيُعَذِّبَهُمْ وَأَنْتَ فِيهِمْ وَمَا كَانَ اللَّهُ مُعَذِّبَهُمْ وَهُمْ يَسْتَغْفِرُونَ. എന്നാൽ നീ അവർക്കിടയിൽ നബിയെ തങ്ങൾ അവർക്കിടയിൽ ഉണ്ടായിരിക്കെ അല്ലാഹു അവരെ ശിക്ഷിക്കുന്നതല്ല. അവർ പാപമോചനം തേടിക്കൊണ്ടിരിക്കുമ്പോഴും അല്ലാഹു അവരെ ശിക്ഷിക്കുകയില്ല. ഈ ആയത്ത് ഇറങ്ങാനുള്ള പശ്ചാത്തലം ഖുറൈശികളുടെ 2 ചതിപ്രയോഗങ്ങളായിരുന്നു. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുദാത്തിനെ നബിയെ തന്നെ ഇല്ലാതാക്കാൻ അവർ ശ്രമിച്ചു. അതാണ് ഈ ആയത്തിന് മുമ്പുള്ള ആയത്തുകളിൽ അല്ലാഹു പറയുന്നത്. وَإِذْ يَمْكُرُ بِكَ الَّذِينَ كَفَرُوا لِيُثْبِتُوكَ أَوْ يَقْتُلُوكَ أَوْ يُخْرِجُوكَ وَيَمْكُرُونَ وَيَمْكُرُ اللَّهُ وَاللَّهُ خَيْرُ الْمَاكِرِينَ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, സൂറത്തുൽ അൻഫാലിലാണ് ഈ സംഭവം വിവരിക്കുന്നത്. 30, 31, 32, 33 ആയത്തുകളിലായി കൊണ്ട് അല്ലാഹു പഠിപ്പിക്കുന്നു. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നബിയെ തങ്ങളെ ബന്ധസ്ഥനാക്കുകയോ കൊല്ലുകയോ നാട്ടിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്യാൻ വേണ്ടി തങ്ങൾക്കെതിരായി സത്യനിഷേധികൾ തന്ത്രം പ്രയോഗിച്ചിരിക്കുന്ന സന്ദർഭം നബിയെ തങ്ങൾ ഓർക്കണം. അവർ തന്ത്രം പ്രയോഗിക്കുന്നു, അല്ലാഹുവും തന്ത്രം പ്രയോഗിക്കുന്നു. വല്ലാഹു ഖൈറുൽ മാകിരീൻ. എന്നാൽ അല്ലാഹുവാണ് തന്ത്രം പ്രയോഗിക്കുന്നവരിൽ ഏറ്റവും മെച്ചപ്പെട്ടവൻ, ഏറ്റവും ഉത്തമൻ. ഈ ആയത്തിനെ വിശദീകരിച്ചു യോഗം ചേർന്ന് വിവിധ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചു. ഈ സമയത്ത് പിശാച് ഒരു നജ്ദി ശൈഖിന്റെ രൂപത്തിൽ വരികയാണ്. കൊല്ലാനുള്ള തീരുമാനമെടുപ്പിച്ചു. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോയ സംഭവം ഉണ്ടായത്. ഖാല ശൈഖുൻ നജ്ദി ഹാദാ വല്ലാഹു ഹുവർ റഈഖ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതാണ് രണ്ടാമത്തെ കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ ആര് പ്രവർത്തിച്ചാലും അതിനെതിരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവർത്തിക്കുകയാണ്. ഓ മുഅ്മിനീങ്ങളെ, ഇതിനുശേഷം അവർ പറഞ്ഞു, ഖുർആൻ സത്യമല്ല,
ആണെങ്കിൽ ഞങ്ങൾക്ക് ശിക്ഷയുണ്ടാവട്ടെ. ഇത് പറഞ്ഞ നദർ ഇബ്നു ഹാരിസാണ് പറഞ്ഞത്. قال ابن عباس رضي الله عنهما قص رسول الله صلى الله عليه وسلم القرون الماضية كان النضر بن الحارث. പക്ഷേ അവർക്കൊരു ശിക്ഷയും ഇറങ്ങിയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരിൽ ഉണ്ടായിരിക്കെ അവരെ ശിക്ഷിക്കാൻ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. അല്ലാഹു നബിക്ക് നൽകിയ വലിയൊരു ബഹുമാനമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. النجوم آمنة للسماء فإذا ذهبت النجوم التي السماء ما توعدوا وأنا آمنة لأصحابي. നമുക്ക് ആ പുണ്യകാലത്ത് ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര സുഖകരമായിരുന്നു നമ്മുടെ അവസ്ഥ പ്രയാസമുണ്ടെങ്കിലും നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെല്ലാം. ഒരു തലോടൽ നമുക്ക് ആശ്വാസം കിട്ടും. ആ മുഖം കണ്ടുകൊണ്ടിരിക്കാം. ആ സുഗന്ധം നമുക്ക് ആസ്വദിക്കാം. രോഗം ബാധിച്ചാൽ, മഴയില്ലാതെയായാൽ, കുഞ്ഞു പിറന്നാൽ എല്ലാം നബിയുടെ അടുക്കൽ ഓടിയെത്തുന്ന സ്വഹാബിമാർ. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദൂതനായിരുന്നു. അല്ലാഹുവിന്റെ സഹായം ലഭിക്കാനുള്ള കാരണമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം സ്വഹാബത്തിന് കനത്ത നഷ്ടമാണ്. കനത്ത വിയോഗമായി അതിനുശേഷം വേറെ ഒന്നും വേണ്ട എന്ന നിലയിലേക്ക് അവരുടെ മനസ്സെത്തുകയാണ്. അതിന്റെ ഉദാഹരണമാണ് അബ്ദുല്ലാഹ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം അറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം എനിക്ക് ഒന്നും കാണേണ്ടെന്ന് പറഞ്ഞ് സ്വന്തം കാഴ്ചയെ തിരിച്ചെടുക്കാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥന സ്വീകരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൈദയുടെ സംഭവമോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജനിക്കാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചിട്ടില്ലെങ്കിലും നബിയുടെ കാരുണ്യം നമുക്കിപ്പോഴും ലഭിക്കുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് മക്ക മുശ്രിക്കുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നതിന്റെ പേരിൽ അവരിലേക്ക് ശിക്ഷ ഇറങ്ങാതിരുന്നത് പോലെ ഈ ഉമ്മത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന ഉണ്ടായിരുന്നതിന്റെ പേരിലാണ് മുൻകഴിഞ്ഞ സമുദായത്തില് ഉണ്ടായതുപോലെയുള്ള മഹാശിക്ഷകൾ ഉണ്ടാവാതിരുന്നത്. മാത്രവുമല്ല, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പരിശുദ്ധ മദീന മുനവ്വറയിൽ ഇപ്പോഴും ഉണ്ടല്ലോ. നമ്മുടെ പ്രവർത്തനങ്ങൾ നബിക്ക് പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ടല്ലോ. ഓരോ വെള്ളിയാഴ്ച രാവും തിങ്കളാഴ്ച രാവും അവിടെ പ്രദർശിപ്പിക്കപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മദീനയെ ശ്രേഷ്ഠമാക്കി അതിനെ സംരക്ഷിച്ചു. ലോകത്തിന്റെ നിലനിൽപ്പിന്റെ കേന്ദ്രമാക്കി മാറ്റിയില്ലേ? കാരണം ഈമാനിന്റെ കേന്ദ്രം അത് മദീനയാണല്ലോ. അഗ്ര തിരുദാത്ത് മദീനയിൽ നിലനിർത്തുക വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തെ മുഴുവനും സംരക്ഷിക്കുകയാ. ആ തിരുദേഹം കഅബയേക്കാൾ ഉന്നതമാണെന്നല്ലേ മഹാന്മാര് പഠിപ്പിച്ചത്? അതേ, നാം ആ കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ونقل النووي عن القاضي عياض الجماع أن موضع قبره صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ നിൽക്കുന്ന സ്ഥലം അഫ്ളലു ബഖാഇൽ അർളി, ഭൂമിയിൽ ശേഷിക്കുന്നതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട സ്ഥലമാണ്.
വഅന്നഹു അഫ്ളലു മിനൽ കഅബ, പരിശുദ്ധ കഅബയേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമാണത് എന്ന് ശർഹ് മുസ്ലിം രേഖപ്പെടുത്തുകയാണ്. എന്തുകൊണ്ട്? ലോകത്തിന്റെ മുത്ത് അവിടെ കിടക്കുകയാണ്. അതിനാൽ റബ്ബ് മദീനയെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും സംരക്ഷിച്ചു. അതിനുവേണ്ടി മലക്കുകളെ ഏർപ്പെടുത്തി. ചുരുക്കത്തില് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നമുക്ക് ജനിക്കാൻ കഴിഞ്ഞില്ല എന്ന നിർഭാഗ്യമുണ്ടെങ്കിലും നബിയിൽ നിന്നുള്ള ഗുണങ്ങൾ ഒരു റൗളയിൽ നിന്നും നമുക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളായും സലാം മടക്കലായും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. നബിയോടൊപ്പം ഒത്തുകൂടാൻ നമുക്ക് കഴിയുമോ? തീർച്ചയായും കഴിയും. മക്ക മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും നബിയുടെ ദീനിനെയും ഇല്ലാതാക്കാൻ ശ്രമിച്ച കാര്യം നാം പറഞ്ഞുവല്ലോ. നാം അങ്ങനെയാവരുത്. നമ്മിലൂടെ നബിയുടെ തിരുസുന്നത്തുകൾ ജീവിക്കണം. അപ്പോൾ തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് നമുക്ക് നഷ്ടമാവില്ല. നമുക്ക് നബിയോടടുത്ത് ചേരാൻ കഴിയും. നബി നമ്മെ കാത്ത് ഹൗദുൽ കൗസറിന്റെ അടുക്കൽ കാത്തിരിക്കുന്നു. ഓ മുഅ്മിനീങ്ങളെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച തിരുചര്യയാണല്ലോ തലമറക്കുക എന്നുള്ളത്. അത് നിസ്കാരത്തിലാകുമ്പോൾ വലിയ പ്രതിഫലമാണ്. ഓ മുഅ്മിനേ, നീ യഥാർത്ഥ തിരുനബിയെ സ്നേഹിക്കുന്ന ആളാണെങ്കിൽ എന്തു ചെയ്യണമെന്നറിയുമോ? നീ തലമറച്ചു നടക്കണം. അതേ പരിശുദ്ധമായിരിക്കുന്ന പള്ളിയിലേക്ക് കയറി വരുമ്പോ നിനക്ക് സ്വന്തമായി ഒരു തൊപ്പി അല്ലെങ്കിൽ ടവല് തലമറക്കാനുള്ളത് നിന്റെ കയ്യിൽ കരുതണം. അതേ ആ തൊപ്പി ധരിച്ചുകൊണ്ട് നീ ഒരു റക്അത്ത് നിസ്കരിക്കുമ്പോ 70 റക്അത്തിന്റെ പ്രതിഫലം നിന്റെ അക്കൗണ്ടിലേക്ക് അല്ലാഹു നിക്ഷേപിക്കുന്നുണ്ട്. അപ്പോൾ 2 റക്അത്ത് നിസ്കരിച്ചാൽ 140 റക്അത്തിന്റെ പ്രതിഫലം. അങ്ങനെ ഓരോ റക്അത്ത് തൊപ്പിയില്ലാതെ നിസ്കരിച്ചാൽ ഒരു റക്അത്തിന്റെ കൂലി ലഭിക്കുമ്പോ അത് തൊപ്പിയിട്ട് തലമറിച്ച് നിസ്കരിക്കുമ്പോൾ 70 ഇരട്ടിയായി മാറുന്നു. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം മുഅ്മിനേ. മാത്രമല്ല സുബഹിന്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കണം. അതേ സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരത്തിന്റെ പ്രതിഫലം എത്രയാണെന്നറിയോ? അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അതേ ദുനിയാവും അതിനുള്ളതിനേക്കാൾ ഏറ്റവും ഉത്തമമാണ് സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. അപ്പൊ ഫർളിന്റെ പ്രതിഫലം എത്രയായിരിക്കും നമുക്ക് ചോദിക്കാൻ കഴിയും, നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുമോ? അത്രമാത്രം പ്രതിഫലമുണ്ടാകുമെന്ന കാര്യത്തിൽ ചർച്ചയില്ല. ഇരിക്കട്ടെ, ളുഹറിന്റെ മുമ്പ് 2, ശേഷം 2. അതേ മഗ്രിബിന്റെ മുമ്പ്, മഗ്രിബിന്റെയും ഇശാഇന്റെയും ശേഷം 2. ഇങ്ങനെ 10 റക്അത്ത് മുഅക്കദായ സുന്നത്തെങ്കിലും ജീവിതത്തിൽ പകർത്താൽ നാം തയ്യാറാവണം മുഅ്മിനേ. പള്ളിയിലേക്ക് നാം കാലെടുത്ത് വെക്കുമ്പോ 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കാരം നിസ്കരിച്ചിട്ടാണ് നാം ഇരിക്കേണ്ടത്. അത് അല്ലാഹുവിനുള്ള ബഹുമതിയാണ്. നാം ഒരു രാജാവിന്റെ മുമ്പിൽ പോകുമ്പോ, ഒരു പ്രധാനമന്ത്രിയുടെ മുമ്പിൽ പോകുമ്പോ, ഒരു വില്ലേജ് ഓഫീസറുടെ മുമ്പിൽ പോകുമ്പോ ഒരു കാണിക്ക വെക്കുമല്ലോ. അതേ പള്ളിയിലേക്ക് വരുമ്പോ അല്ലാഹുവിന് സമർപ്പിക്കുകയാണ് തഹിയ്യത്ത് എന്ന പേരിലുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന തിരുചര്യകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നാം തയ്യാറാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ,
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹൃദയാംഗമായി സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. അത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാ അർത്ഥത്തിലും രൂപത്തിലും നബിയോട് സ്നേഹമുള്ളവരാവുക എന്നത് വലിയ ബാധ്യതയുമാണ്. പ്രവാചക സ്നേഹത്തിന്റെ ഏറ്റവും നല്ല മാതൃക കാണിച്ചു തന്നവരാണ് സ്വഹാബാക്കള്. അവരാണ് ഏറ്റവും നല്ല മുഹിബ്ബീങ്ങളും. പ്രധാനമായും 3 തലങ്ങളിലൂടെയാണ് സ്വഹാബത്ത് പ്രവാചകരോടുള്ള സ്നേഹം പ്രകടമാക്കിയിട്ടുള്ളത്. എങ്ങനെയൊക്കെയാണെന്ന് നമുക്കൊന്ന് പഠിക്കാം. ഒന്ന്, ഹൃദയം കൊണ്ട് സ്നേഹിക്കുകയാണ്. ഇസ്ലാമിക ലോകത്തിന്റെ, അതേ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ 1ാം ഖലീഫ, അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ ആശിഖാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആഹാരം കഴിച്ചില്ലെങ്കിൽ കഴിക്കാതിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് എന്തെങ്കിലും വേദനയുണ്ടായാൽ കിടന്നുറങ്ങാൻ പോലും കഴിയാതിരുന്ന പ്രവാചക പ്രേമിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശത്രുക്കൾ മർദ്ദിച്ചു എന്ന വാർത്ത മഹാനായിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലഭിക്കുകയാണ്. അദ്ദേഹം കഅബയിലേക്ക് ഓടി വരികയാണ്. അദ്ദേഹം ചോദിച്ചു, നിങ്ങളൊരു പ്രവാചകനെ മർദ്ദിക്കുകയാണോ? സത്യം പറഞ്ഞ ഒരു പ്രവാചകനെ നിങ്ങൾ ഉപദ്രവിക്കുകയാണോ? ഇത് കേട്ട ശത്രുക്കൾ വലിയ ദേഷ്യത്തോടുകൂടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അങ്ങ് മർദ്ദിക്കുകയാണ്. അവരുടെ കാലിൽ ധരിച്ചിരുന്ന ചെരുപ്പ് കൊണ്ട് അടിച്ച് അദ്ദേഹത്തിന്റെ മുഖത്ത് മുറിവുണ്ടാവുകയാണ്. രക്തം ഒഴുകുകയാണ്. അദ്ദേഹത്തെ ഇടിച്ചും തൊഴിച്ചുമൊക്കെ അവർ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവസാനം ബോധരഹിതനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തെ ആളുകൾ എടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോവുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാണ്, എന്റെ പിതാവിന്റെ തല എന്റെ മടിയിൽ വെച്ചു. ഞാൻ അദ്ദേഹത്തിന്റെ തലയിൽ തടവിയപ്പോൾ ആ തലയിൽ നിന്നും മുടികൾ എന്റെ കടിയിലേക്ക് അടർന്നു വീണുപോയി. അത്രത്തോളം ശത്രുക്കൾ അദ്ദേഹത്തെ ഉപദ്രവിച്ചിരുന്നു. وحملت بنو تيم أبا بكر وهم لا يشكون في موته وتكلم آخر نهار فقال ما فعل رسول الله صلى الله عليه وسلم. പക്ഷേ അദ്ദേഹത്തിന് ബോധം ലഭിച്ചപ്പോൾ ആദ്യമായി ചോദിച്ചത്, എന്റെ ഹബീബിന് എന്ത് സംഭവിച്ചു? മാ ഫഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ന ചോദ്യമാണ് അവിടുന്ന് ഉയർന്നത്. അതേ കൂടെയുള്ളവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞുവെങ്കിലും നബിയെ നേരിട്ട് കാണാതെ അദ്ദേഹത്തിന് ഒരാശ്വാസവും ഉണ്ടായില്ല. എന്റെ നബിയെ കാണാതെ വെള്ളമോ ഒരു ആഹാരമോ കഴിക്കില്ല എന്ന് അദ്ദേഹം ശപഥം ചെയ്യുകയാണ്. കണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാതെ തുത്ഇമിഹി ശൈആ തുസ്കിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടതിന് ശേഷമല്ലാതെ തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് കൊണ്ടുപോയി പ്രവാചകനെ കാണിച്ചപ്പോഴാണ് അദ്ദേഹത്തിന്റെ മനസ്സിനങ്ങ് സമാധാനമുണ്ടായത്. പ്രവാചകനെ ഹൃദയങ്ങൾ കൊണ്ടാണ് അവർ സ്നേഹിച്ചത്. അറിയുമോ, സൗബാൻ റളിയല്ലാഹു അൻഹു തടിച്ച ഒരു സ്വഹാബിയായിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ തൊലിയുടെ നിറം മാറി ക്ഷീണിച്ചവനായി കാണപ്പെടുകയാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൗബാനോട് ചോദിച്ചു, എന്ത് പറ്റി സൗബാനേ? അദ്ദേഹം പറഞ്ഞു, നബിയേ, എനിക്കൊരു രോഗവും ബാധിച്ചിട്ടില്ല നബിയേ. പക്ഷേ കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായി
എന്റെ ഹൃദയത്തിൽ ഒരു ചിന്തയങ്ങ് വന്നുപോയി. അതേ, അങ്ങയെ എപ്പോഴും സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങയെ കാണണമെന്ന് ആഗ്രഹിക്കുമ്പോഴെല്ലാം അങ്ങയുടെ അടുക്കൽ ഞാനങ്ങ് വരും. പക്ഷേ ഞാനെങ്ങാനും മരിച്ചുപോയാൽ അങ്ങയെ എങ്ങനെ കാണാൻ കഴിയും? ഞാൻ നരകത്തിലായിപ്പോയാൽ, അല്ലെങ്കിൽ സ്വർഗത്തിലെ ഏറ്റവും അടിത്തട്ടിലായിപ്പോയാൽ അങ്ങയെ എങ്ങനെ കാണാൻ കഴിയും എന്ന് ചിന്തിച്ച് എന്റെ ഹൃദയത്തെ വല്ലാണ്ട് ഉലക്കുകയാണ്. അങ്ങനെയാണ് എന്റെ തൊലിയുടെ നിറമങ്ങ് മാറിപ്പോയതെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സൗബാൻ റളിയല്ലാഹു അൻഹു അങ്ങ് പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ വാർത്ത മദീനത്ത് മുഴുവനും പരക്കുമ്പോൾ അബ്ദുല്ലാഹിബ്നു അബ്ദുർ റബ്ബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ തോട്ടത്തിൽ പിക്കാസുമായി പണിയെടുക്കുകയായിരുന്നു. ഈ വാർത്ത കേട്ട ഉടനെ തന്റെ വിക്കാസ് നിലത്ത് കുത്തി അദ്ദേഹം ദുആ ചെയ്തു. اللهم خذ بصري حتى لا أرى أحد بعد رسول الله صلى الله عليه وسلم. നേരത്തെ പറഞ്ഞില്ലേ, ഇങ്ങനെയൊക്കെ ദുആ ചെയ്യാമോ എന്ന് നാം ചിന്തിക്കും. പക്ഷേ നബിയോടുള്ള സ്നേഹത്തിന് മുമ്പിൽ ഈ ചോദ്യങ്ങളൊക്കെ നിരർത്ഥകമാണ്. മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു യമൻകാരനാണ്. അദ്ദേഹം നബിയെ കണ്ടിട്ടും കൂടിയില്ല, കണ്ടിട്ട് പോലുമില്ല. പക്ഷേ ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല്ലുകൾ ഷഹീദായെന്നറിഞ്ഞ്, പല്ലാണ് നഷ്ടപ്പെട്ടതെന്നറിയാതെ തന്റെ മുഴുവൻ മുൻപല്ലുകളും അദ്ദേഹം പൊട്ടിച്ചു കളയുകയാ. ഇവയെല്ലാം ഹൃദയഭേദകമായ സ്നേഹങ്ങളാണ് കേട്ടോ. രണ്ടാമത്തെ സ്നേഹം നാവ് കൊണ്ട് സ്നേഹിക്കുകയാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നുണ്ട്, അദ്ദേഹം നബിയുടെ പേര് പറയുമായിരുന്നില്ല. കണ്ണിലൂടെ കണ്ണീരൊഴുക്കിയിട്ടല്ലാതെ നബിയുടെ പേര് ഉച്ചരിക്കുമായിരുന്നില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നബിയുടെ വഫാത്തിന് ശേഷം മദീനത്തേക്ക് തിരിച്ചു വന്ന ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിന് തന്റെ ബാങ്കിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയാൻ കഴിയാതെ ബോധരഹിതനായി നിലത്ത് വീണുപോയില്ലേ. പ്രവാചകന്റെ പേരിലോട് പോലുമുള്ള അടങ്ങാത്ത മഹബ്ബത്താണ്, സ്നേഹമാണ് ഇതിലൂടെയെല്ലാം അവർ പ്രകടമാക്കിയത്. മൂന്നാമതായി ശരീരം കൊണ്ട് അനുകരണം നടത്തിയവരാണ് അവർ സ്നേഹിച്ചത്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു തയ്യൽക്കാരൻ നബിയെ ആഹാരം കഴിക്കാൻ വീട്ടിലോട്ട് ക്ഷണിക്കുകയാ. നബിയോടൊപ്പം ഞാനും ഉണ്ടായിരുന്നു. തയ്യൽക്കാരന്റെ ഭക്ഷണത്തളികയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുരക്ക തെരഞ്ഞെടുത്ത് കഴിക്കുന്നത് ഞാൻ കണ്ടു. അന്ന് മുതൽ ഞാനും ചുരക്ക ധാരാളമായി കഴിക്കാൻ തുടങ്ങി. ചുരങ്ങാന്നും പറയും. ഒരു ഭക്ഷണം കഴിക്കാൻ പോലും സ്വഹാബത്ത് ഇഷ്ടപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിച്ചു എന്ന കാരണം കൊണ്ടാണ്. ചരിത്ര പ്രസിദ്ധമായ കിബിലമാറ്റം നടന്നത് അസ്ർ നമസ്കാരത്തിന്റെ രണ്ടാമത്തെ റക്അത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബയിലേക്ക് തിരിഞ്ഞത്. ഈ നിസ്കാരത്തിൽ പങ്കെടുത്ത അൻസാരിയായ സ്വഹാബി ഖുബാ പള്ളിയിലെത്തുമ്പോൾ അവിടെ അസ്ർ നമസ്കാരം നടക്കുന്നേയുള്ളൂ. റുകൂഇൽ നിന്ന് സ്വഹാബത്തിനോട് അൻസാരിയായ സ്വഹാബി വിളിച്ചു പറഞ്ഞു, കിബില മാറ്റം സംഭവിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തെ കഅബയിലേക്ക് തിരിച്ചിട്ടുണ്ട്. ആ നിസ്കാരം തീരാൻ പോലും സ്വഹാബാക്കൾ കാത്തുനിന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിഞ്ഞു എന്ന് കേട്ടപ്പോൾ റുകൂഇൽ വെച്ച് തന്നെ മുഴുവൻ സ്വഹാബത്തും തിരിയുകയാണ്. നബിയെ എങ്ങനെയും അവർ പിൻപറ്റുമായിരുന്നു. മദീന പള്ളിയിൽ നിന്ന് പിരിഞ്ഞുപോയി കൊണ്ടിരുന്ന സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കാൻ പറഞ്ഞു. പള്ളിയുടെ പുറത്തു നിന്ന് ഇരിക്ക് എന്ന വർത്തമാനം കേട്ടു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടെ തന്നെ ഇരിക്കുകയാണ്. ആ പള്ളിയുടെ പുറത്ത് അതികഠിനമായ ചൂടില്
ആരോടാണ് പറഞ്ഞത് എന്ന സാഹചര്യത്തിലാണ് പറഞ്ഞത് എന്നും ഇതൊന്നും അവർക്ക് വിഷയമല്ല. ഇത്രത്തോളം അനുകരിക്കപ്പെടുന്നൊരു നേതാവ് ലോകത്തുണ്ടോ? ഇല്ല. മലയാള സാഹിത്യകാരനായ സുകുമാര കക്കാട് പറയുന്നുണ്ട്, മുടി മുറിക്കുന്നത് മുതൽ മൂത്രമൊഴിക്കുന്നത് വരെ, മുണ്ടൊടുക്കുന്നത് മുതൽ മുറുക്കി തുപ്പുന്നത് വരെ ഈ പ്രവാചകനെ പോലെ അനുകരിക്കപ്പെടുന്ന മറ്റൊരു ലോകനേതാവില്ല. ഇന്നും 200 കോടി ജനങ്ങൾ രാവിലെ എഴുന്നേറ്റതും വൈകിട്ട് ഉറങ്ങാൻ കിടക്കുന്നതും ആഹാരം കഴിക്കുന്നതും എല്ലാം ആ പ്രവാചകനെ പോലെ തന്നെയാണ്. സ്വഹാബാക്കൾ നബിയെ തിരിച്ചറിഞ്ഞ് അനുകരിച്ചവരാണ്. നബിയുടെ കാലഘട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും അബൂജഹലും ഉണ്ടായിരുന്നു. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു നബിയെ തിരിച്ചറിഞ്ഞു, അബൂജഹൽ നബിയെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അങ്ങനെ നാം മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അബൂജഹലിന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. മഹ്മൂദുൽ ഗസ്നവി എന്ന് പറയുന്ന ഇസ്ലാമിക ഭരണാധികാരി അബുൽ ഹസൻ എന്ന സൂഫി പണ്ഡിതനോട് ഒരിക്കൽ ചോദിച്ചു, അബൂ യസീദുൽ വിസ്താമിയെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? സൂഫി പണ്ഡിതൻ പറഞ്ഞു, അദ്ദേഹത്തെ ആരെങ്കിലും കണ്ടാൽ തന്നെ മുസ്ലിമാകും. അപ്പോൾ മഹ്മൂദുൽ ഗസ്നവിയും ചോദിച്ചു, എന്തുകൊണ്ട് നബിയെ കണ്ടിട്ട് അബൂജഹൽ മുസ്ലിമായില്ലല്ലോ? ആ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, അബൂജഹലിന് നബിയെ കാണുവാൻ കഴിഞ്ഞിട്ടില്ല. അബ്ദുള്ളയുടെ മകൻ മുഹമ്മദിനെ മാത്രമാണ് അബൂജഹലിനെ കാണാൻ കഴിഞ്ഞത്. നബിയെ കൃത്യമായി തിരിച്ചറിയുമ്പോൾ മാത്രമാണ് നമുക്കും ആ നബിയെ അനുകരിക്കുവാനും മനസ്സ് തുറന്ന് സ്നേഹിക്കുവാനും കഴിയുന്നുള്ളൂ. അല്ലാത്ത കാലത്തോളം എല്ലാം വെറും കൂത്തുകൾ മാത്രമാണ്. നബിയുടെ വളരെ പ്രധാനപ്പെട്ട പേരാണ് ഷാഹിദ്. സകലതിനും സാക്ഷിയാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിദിനം നബിയെ സ്നേഹിക്കുവാനുള്ള കാലങ്ങളാണ്. നമ്മുടെ മദ്രസകളിലെ കുട്ടികളെ കൊണ്ട് ഇസ്ലാമിക വിരുദ്ധമായ ധാരാളം പ്രവർത്തനങ്ങൾ നാം നടത്തരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചില സ്ഥലങ്ങളിൽ കോൽക്കളി, ഒപ്പന തുടങ്ങിയവയെല്ലാം കറാഹത്ത്, തഹരീമും ഹറാമുമാണെന്ന് ഇരിക്കെ ഇതിനൊക്കെ അനുവദിച്ചു കൊടുക്കുന്നവരെ നമുക്ക് എന്ത് വിളിക്കാൻ സാധിക്കും? പരിശുദ്ധമായ ഖുർആൻ അവിശ്വാസികളോട് പറഞ്ഞൊരു ആയത്ത് നമുക്ക് അവരോടും പറയാനുള്ളത്, അംലം യഅരിഫൂ റസൂലഹും ഫഹും ലഹു മുൻകിറൂൻ. അവർ റസൂലിനെ തിരിച്ചറിഞ്ഞിട്ടില്ല, അവർ നിഷേധിക്കുന്നവര് തന്നെ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓ മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പലതും നഷ്ടമായിട്ടുണ്ട്, ഇനിയും നഷ്ടമാവാനുണ്ട്. നഷ്ടവിചാരമില്ലാത്ത ഒരാളും ഉണ്ടാകാനിടയില്ല. സ്നേഹവാത്സല്യത്തോടെ ചേർത്ത് പിടിച്ച് വളർത്തിയ ഉപ്പമാർ നഷ്ടപ്പെട്ടവരാണ് നാം. സ്വന്തം ജീവനും ജീവിതവും സ്നേഹത്തിൽ ചാലിച്ചു തന്ന ഉമ്മമാർ നഷ്ടമായവരുണ്ട്. ജീവിതം പങ്കുവച്ച ജീവിതപാതിയും ഹൃദയപുഷ്പങ്ങളായ മക്കളും ഉസ്താദുമാരും സ്നേഹിതരും പല സന്ദർഭങ്ങളിലായി നഷ്ടപ്പെട്ടവരുണ്ട്. എന്നാൽ നമുക്ക് ഒരിക്കലും നഷ്ടമാവാൻ പാടില്ലാത്ത, നഷ്ടപ്പെട്ടാൽ നമ്മൾ തന്നെ ഇല്ലാതെയാവുന്ന ഒരു മുത്തുരക്തമുണ്ട്. നമ്മുടെ പ്രിയങ്കരായ ഉപ്പയേക്കാളും ഉമ്മയേക്കാളും നാം ബഹുമാനിക്കുന്ന, ഉപ്പയെയും ഉമ്മയെയും പോലും സമർപ്പിക്കുന്ന, ബഹുമാനിക്കുന്ന മുത്താണത്. ശരീരവും മനസ്സും ഒന്നായിത്തീരുന്ന ഇണകളെക്കാളും ഭൂമിയിലൂടെ നടക്കുന്ന സ്വന്തം വംശമായ മക്കളെക്കാളും നമുക്ക് പ്രിയങ്കരമായ, എപ്പോഴും നമ്മോട് ഒപ്പമുണ്ടാവേണ്ട, നമ്മുടെ കണ്ടനാളത്തെക്കാളും നമ്മിലേക്ക് അടുത്ത, നമ്മൊപ്പം നമ്മളുടെ ജീവന്റെ ജീവനായ ജീവൻ കൊടുത്ത് സംരക്ഷിക്കേണ്ട നമ്മുടെ അന്ത്യപ്രവാചകർ
ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും നമുക്ക് നഷ്ടമായി കൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു അനിഷ്ടമുണ്ടാകുമോ എന്ന ചെറിയ സംശയം ഉണ്ടായാൽ നബിയെ തൃപ്തിപ്പെടുത്താൻ സ്വഹാബിമാർ പറയുന്ന വാചകം തന്നെ എത്ര ശ്രദ്ധേയമാണ്. ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്, എന്റെ ഉപ്പയും ഉമ്മയും അങ്ങേക്ക് സമർപ്പിക്കുന്ന നബിയേ. സ്വന്തം ജീവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമർപ്പിക്കുന്ന വേളയിൽ അബൂ തുൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകം ബിഅബീ അൻത വ ഉമ്മീ യാ റസൂലല്ലാഹ്. ഇങ്ങനെയായിരുന്നു സ്വഹാബികളുടെ സ്നേഹം. ആ സ്നേഹം പോലെ നമുക്കും നബിയെ സ്നേഹിക്കാൻ കഴിയണം. നബിയുടെ മുമ്പിലെല്ലാം സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. എല്ലാത്തിനേക്കാളും വില നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉണ്ടാവണം. ഇമാമുൽ മുർസലീന ഫിദാക റൂഹി വഅർഹാഉൽ അഇമ്മത്തി വദ്ദുആത്തി റസൂലൽ ആലമീന ഫിദാക ഇർളി وأعراض الأحبة والتقات ويا علم الهدى يفديك عمري وما لي يا نبي المكرمات فداك الكون يا عطر السجايا فما للكون دونك من زكاة. ശരിയായ സ്നേഹത്തിന്റെ അടയാളമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നതൊക്കെയാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിച്ചത്. അബൂ അയ്യൂബ് എല്ലാ സൗകര്യങ്ങളും നൽകി എന്തെങ്കിലും കുറവ് വരുമോ എന്ന് വല്ലാതെ ഭയപ്പെട്ടു. നബിയെ വീട്ടിലേക്ക് കിട്ടാത്ത അൻസാറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി മത്സരിച്ചു. അവർക്കൊരു വിളവുണ്ടായാൽ അതിൽ നിന്നും ആദ്യ ഫലം നബിക്ക് നൽകി. പെൺകുട്ടി പ്രായമെത്തിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിവാഹം കഴിക്കുന്നുണ്ടോ എന്നവർ ഒന്ന് ചോദിച്ചു. ഇങ്ങനെ നബിക്ക് എല്ലാം നൽകി. മനുഷ്യർക്ക് മാത്രമല്ല, ഈ നഷ്ടവിചാരമുണ്ടായ ജീവനില്ലാത്ത വസ്തുക്കൾക്ക് പോലും ഉണ്ടായി. അതാണല്ലോ പ്രസിദ്ധമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറായി ഉപയോഗിച്ചിരുന്ന ഈത്തപ്പന തടി കരഞ്ഞ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്ക് എങ്ങനെ റസൂലിനെ ലഭിക്കും, അവിടുത്തെ സാമീപ്യം ലഭിക്കും? അതിന് ഒരേ ഒരു മാർഗമേ ഉള്ളൂ, നാം സ്വർഗത്തിൽ എത്തണം. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലാണ്. സ്വർഗത്തിലെത്തിയാൽ മാത്രം പോരാ, നബിയുള്ള സ്വർഗത്തിലെത്തണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ള സ്വർഗമാണ് ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം. അതിനു വേണ്ടി നാം പ്രാർത്ഥിക്കണം. ഭൂമിയിൽ ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് എന്ന ഏറ്റവും വലിയ സൗഭാഗ്യം ലഭിക്കുകയില്ല. പരലോകത്താണ് ഇത് ലഭിക്കുക. നാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ നിന്നും കൗസർ വാങ്ങി കുടിക്കണം. മഹ്ശറിൽ നബിയുടെ ശഫാഅത്ത് ലഭിക്കണം. പിന്നെ ഏറ്റവും ഉന്നതമായ നബിയെ കണ്ട് കേട്ട് മുത്തിമണത്തുള്ള സ്വർഗീയ സഹവാസം ലഭിക്കണം. അതിന് നമ്മുടെ കയ്യിൽ എന്തുണ്ട് എന്ന് ചിന്തിക്കുക മുഅ്മിനേ. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടോ? നബിയുടെ സന്ദേശങ്ങളെ യഥാവിധി പിന്തുടരുന്നുണ്ടോ? നമ്മുടെ പ്രവൃത്തി കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിണങ്ങുന്ന മുഖം തിരിക്കുന്ന ഒരവസ്ഥ നമ്മിലുണ്ടോ എന്ന് ശക്തമായി ചിന്തിക്കേണ്ട സമയമാണ്. പരിശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മോട് വിട പറയാൻ പോവുകയാണ്. ചുരുങ്ങിയത് അല്ലാഹുവിന്റെ പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ദീനിന് ചീത്തപ്പേരുണ്ടാക്കുന്ന പ്രവർത്തികളെങ്കിലും നമ്മിൽ നിന്ന് ഉണ്ടാവരുത്. പരമാവധി സുന്നത്തുകളുടെ ജീവിതത്തിൽ പകർത്തണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതുപോലെയുള്ള സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നാം ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രിയങ്കരായി മാറാൻ നാം ശ്രദ്ധിക്കണം. അൻസാറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു. എന്നാൽ നമുക്ക് നമ്മുടെ വീട് നബിയെ ക്ഷണിക്കാൻ പറ്റിയ വീടുകളാണോ?
നമ്മുടെ കച്ചവട സ്ഥാപനങ്ങൾ, കമ്പനികൾ, കല്യാണ സ്ഥലം, മരണവീട്, പൊതുപരിപാടികൾ, എന്തിനേറെ നമ്മുടെ പള്ളികളിലേക്ക് പോലും റസൂലിനെ ക്ഷണിക്കാൻ കഴിയുമോ? നബിക്ക് ഇഷ്ടപ്പെടാത്ത, പിണങ്ങിപ്പോകാൻ സാധ്യതയുള്ള വല്ലതും അവിടെയുണ്ടോ എന്ന് ഉറക്കെ ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ തിരുനബി ഉണ്ടാവണം, ഇത്തിബാ നമുക്ക് വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സല്ലു അലൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ വ ആലിഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.